ജനങ്ങളേറെ ആവേശത്തോടെ കാത്തിരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നത്. കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കേസുകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ശേഷം നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഏറെ നാളുകൾക്ക് ശേഷം രാഹുലിനെ കണ്ടുകിട്ടുന്ന അവസരം മാധ്യമപട ശരിക്കും ഉപയോഗിക്കുകയാണ്. അദ്ദേഹത്തെ വളഞ്ഞു നിന്നുകൊണ്ട് പലവിധ ചോദ്യങ്ങൾ എറിഞ്ഞു കുടുക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം ഇവിടെ കണ്ടത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും ഭാവിയിലെ മത്സര രംഗത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ തുരുതുരെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ താൻ വെറും ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയക്കാരനല്ല എന്നും 18 വർഷമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടെന്നും വളരെ ശക്തമായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മത്സരിക്കാൻ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട എന്ന വ്യക്തമായ നിലപാട് ഉയർത്തിക്കാട്ടി മാധ്യമങ്ങളുടെ അനാവശ്യമായ ഊഹാപോഹങ്ങളുടെ വായടപ്പിക്കാൻ രാഹുലിന് സാധിച്ചു. പാലക്കാട് തന്നെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച അനുഭവവും ആ നാടിന്റെ സെക്യുലർ പാരമ്പര്യവും അദ്ദേഹം അഭിമാനത്തോടെ എടുത്തു പറഞ്ഞു. തന്നെ ജനപ്രതിനിധിയാക്കിയത് പാർട്ടിയാണെന്നും സ്ഥാനമാനങ്ങൾക്കപ്പുറം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതിനാണ് തനിക്ക് സന്തോഷമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞപ്പോൾ അത് ഓരോ പ്രവർത്തകന്റെയും ആവേശം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. മാധ്യമപ്രവർത്തകരുടെ വക്രബുദ്ധിയോടുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ ഓരോന്നിനും കൃത്യമായ മറുപടി നൽകി അവരെ നിശബ്ദരാക്കുന്ന രാഹുലിന്റെ ആ ശൈലി തന്നെയാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടുതൽ കരുത്തോടെ തിരിച്ചെത്തിയിരിക്കുന്നു എന്നതിന്റെ വിളംബരം കൂടിയാണ് ഈ മാധ്യമ കൂടിക്കാഴ്ച. എന്തായാലും മാധ്യമപടയെ വെട്ടിലാക്കുന്ന രാഹുലിന്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ ഈ PK ശശിയെ ഈ UDF-ഉമായി സഹകരിക്കാൻ ഒരു സാധ്യതയും ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവാൻ സാധ്യതയെന്ന് പറയുന്നു. ഇപ്പോൾ ഈ നേരത്തെ ഈ സമാനമായ ഒരു ആരോപണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒന്നും എന്നോട് ചോദിച്ചിട്ടൊരു കാര്യമുള്ളതല്ലോ. ഞാൻ നിലവിൽ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ഒരാളാണ്, പാർട്ടി നടപടി നേരിടുന്ന ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ. അത് തീരുമാനിക്കുന്ന പാർട്ടിയല്ലേ. അത് പാർട്ടിയിൽ നടപടി എടുത്ത ഒരാൾ എങ്ങനെയാണ് ആ വിഷയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രതികരണം നടത്തേണ്ടത് ഞാനല്ല. അത് പാർട്ടി സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി എന്ന നിലയിൽ നിരവധി നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരെല്ലാവരും കൂടെ കൂടിയാലോചിച്ചിട്ടാണല്ലോ എല്ലാ തീരുമാനങ്ങളും എടുക്കുക. അപ്പോൾ അതുപോലെ അവർ തീരുമാനം എടുക്കുക. ഇപ്പോൾ ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്തും അത്തരം കാര്യങ്ങൾ, നിങ്ങൾ നേരത്തെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റിയൊക്കെ ചോദിച്ചു, ഞാൻ പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും അത്തരം കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയാൻ പറ്റുന്ന പദവിയിലിരുന്ന ആളല്ല ഞാൻ. അപ്പോൾ പാർട്ടി ഒരു നടപടിയെടുത്ത് പുറത്തു നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കിപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം പറയാൻ യാതൊരു വിധമായ സ്പേസുമില്ല, വോയിസുമില്ല. മുൻപും ഞാൻ ആ തീരുമാനങ്ങൾ എടുത്തിരുന്ന ഒരു ഫോറത്തിൻ്റെ ഭാഗമായിരുന്ന ആളല്ല. ഞാൻ തീരുമാനങ്ങൾ അനുസരിച്ചിരുന്ന ഫോറത്തിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ അനുസരിക്കുന്ന ഒരു പാർട്ടി അനുഭാവിയാണ്. ഓക്കെ, താങ്ക് യു. അത് നിങ്ങളാ തീരുമാനിക്കണ്ടേ അല്ലേ? നിങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അത്. നിങ്ങൾക്കറിയാത്ത കാര്യമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിനകത്ത് എങ്ങനെയായിരുന്നു നിങ്ങളുടെ സമീപനം നിങ്ങൾ ആലോചിക്കും. എന്നോട് ചോദിക്കുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും, ഇപ്പം പ്രസാദിന് അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രസാദേട്ടൻ വളരെ, ഞാൻ പേര് പറയുന്നത് വിഷമമൊന്നുമില്ലല്ലേ, പ്രസാദേട്ടൻ വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റാണ് അല്ലേ. പ്രസാദേട്ടന് ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ്, പ്രത്യേകിച്ച് പാലക്കാട് ദീർഘകാലം ഉണ്ടായിരുന്ന ഒരാളാണ്. പാലക്കാടിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഫോൺ കോളുകളെ പറ്റിയൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. അപ്പം താങ്കൾക്ക് എന്നേക്കാൾ ആധികാരികമായി ഈ വിഷയം അറിയുന്ന ആളാണ്. പിന്നെന്തിനാ വളരെ എളിയവനായി എന്നെ പ്രയാസപ്പെടുത്തുന്നതിനാ? ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എനിക്ക് വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയാമല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തെന്ന് പറയാമല്ലോ. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഞാൻ പോസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നിങ്ങൾക്കറിയാത്തൊരു കാര്യമില്ല. അതിനകത്തൊരു സെലക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഇന്നത് കൊടുക്കണം, ഇന്നത് കൊടുക്കണ്ട, ഇന്നത് കൂടുതൽ ഗ്രാവിറ്റിയിൽ കൊടുത്തേക്കാം, ഇന്നത് കൊടുക്കുകയേ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള പരിപൂർണമായ, അതിനാണല്ലോ എഡിറ്റർമാരുള്ളത് അല്ലേ. മാധ്യമ സ്ഥാപനങ്ങളിൽ എഡിറ്റർമാരുള്ളത് ആവശ്യമായ വാർത്തകൾ കൊടുക്കാനും അവർക്ക് അഹിതമായിട്ടുള്ള വാർത്തകൾ വെട്ടിക്കളയാനും വേണ്ടിയിട്ടാണ് എഡിറ്റർമാരുള്ളത്. ആ എഡിറ്റർമാരുടെ സ്വാതന്ത്ര്യത്തെ ഞാനെന്തിനാ കൈകടത്തുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഈ നാട്ടിൽ എല്ലാവരുടെയും പബ്ലിക് ഡൊമൈനിലുള്ളൊരു വിഷയത്തിൽ ഞാനെന്തിനാ പറയുന്നത്? നിങ്ങൾക്കറിയാമല്ലോ. പ്രസാദിന് അറിയാവുന്നതിൽ കൂടുതൽ എനിക്കറിയില്ല. പ്രസാദിന് അറിയുന്നതിന്റെ അത്രയും പോലും ആ ചിരി കാണുമ്പോൾ അറിയാം. പ്രസാദിന്റെ ആ ചിരി കാണുമ്പോൾ അറിയാം. അല്ല, ഞാൻ പറഞ്ഞ പ്രസാദിന്റെ ചിരി കാണുമ്പോൾ, ഇപ്പൊ പുതിയ മാധ്യമ സ്ഥാപനത്തിലും കൂടെ അദ്ദേഹം, അപ്പൊ ഒരു വളരെ മുതിർന്ന മാധ്യമപ്രവർത്തക നിലയിൽ അങ്ങയുടെ ചിരി കാണുമ്പോൾ എനിക്കറിയാം അങ്ങേക്ക് ഈ വിഷയത്തെപ്പറ്റി ഈ വിഷയത്തെപ്പറ്റി മാത്രമല്ല അങ്ങേക്ക്, അതിനും അപ്പുറം അങ്ങേക്ക് അറിയാം. അതപ്പം നോക്കട്ടെ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. സർക്കാരിന്റെ നിലപാടുകൾ ജനങ്ങൾ സംശയിക്കില്ലേ? സർക്കാർ ഈ വിഷയത്തിനകത്ത്, ഇത്തരം വിഷയങ്ങൾക്കകത്ത് എടുക്കേണ്ടുന്ന സമീപനങ്ങളിൽ ഇരട്ടത്താപ്പുണ്ടോ, രാഷ്ട്രീയമുണ്ടോ എന്നൊക്കെ സർക്കാർ മറുപടി പറയേണ്ടി വരും. ഞാൻ അതിനകത്ത് കമന്റ് ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രമാണ്
ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. നിങ്ങൾക്കറിയുന്നതിൻ്റെ അത്രയും പോലും എനിക്കറിയില്ല. നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുള്ള അറിവൊക്കെ എനിക്കുള്ളൂ. നിങ്ങൾക്കറിയുന്നതിൻ്റെ അത്രയും പോലും എനിക്കറിയില്ല. ആ വാർത്ത പരത്തിയവരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. എനിക്കതുമായിട്ട് ബന്ധമില്ലല്ലോ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്നെ മത്സരിപ്പിച്ചത് പാർട്ടിയാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ മത്സരിക്കും, മത്സരിക്കേണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കത്തില്ല. ആയിക്കോട്ടെ, അപ്പോഴും പാർട്ടിനെ തീരുമാനിച്ചോട്ടെ. ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, 1.5 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യത്തെ വിഷമത്തോടെയാണ് കാണുന്നത്. അത് പിന്നെ ഞാനൊരു പൊതുപ്രവർത്തകനായിട്ട് ഒരു 10-18 വർഷത്തിലേറെയായി. ഈ 18 വർഷത്തിനിടയിൽ ജനപ്രതിനിധിയായത് 1.5 വർഷം മാത്രമാണ്. പൊതുപ്രവർത്തനത്തിന് ജനപ്രതിനിധിയാകണം എന്നുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് ജനപ്രതിനിധിയാവുക എന്ന് പറയുന്നൊരു വലിയ അവസരമാണ്. ജനങ്ങൾ നമ്മൾ അംഗീകരിക്കുക. അതും പാലക്കാട് പോലൊരു പ്രദേശം. എൻ്റെ വീട് ഇവിടെ അല്ലാഞ്ഞിട്ട് കൂടി, എൻ്റെ നാട് ഇതായിരുന്നില്ലാഞ്ഞിട്ട് കൂടി എന്നെ 2 കൈ നീട്ടി ഈ നാട് സ്വീകരിച്ചു. അത് അതിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം തന്നതിനകത്തൊക്കെ വലിയ സന്തോഷമാണുള്ളത്. അതൊക്കെ തന്നെ വലിയ അഭിമാനമല്ലേ. അത് പാലക്കാട്ടെ ജനങ്ങൾക്ക് നല്ല കൺവിക്ഷൻസ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല കൺവിക്ഷൻസ് ഉണ്ട്. പാലക്കാടിൻ്റെ സെക്കുലർ പാരമ്പര്യം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന തീരുമാനം പാലക്കാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ടല്ലോ. പാലക്കാട് വലിയ ചലഞ്ചുകൾ ഉണ്ടാകുമ്പോഴും ഒക്കെ പാലക്കാട് ആ തീരുമാനം എടുത്തിട്ടുണ്ട്.